ഫ്രണ്ട്സ്, ബോഗെയിൻവില്ല സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വളരെയധികം സർപ്രൈസായി തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, എനിക്ക് വിത്ത് മുളച്ച് 2 ബോഗെയിൻവില്ല തൈകൾ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതൊന്നുമല്ല, താനെ മുളച്ച് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബോഗെയിൻവില്ല തൈ എനിക്ക് തോന്നുന്നു തിമ യെല്ലോയുടെ ഒരു ചട്ടിയിലാണ് ഈ ഒരു ബോഗെയിൻവില്ല തൈ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തൈയിനെ ഞാനൊരു ഒബ്സർവേഷനിലായിരുന്നു. കാരണം ഇത് വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ബോഗെയിൻവില്ല ആണോ എന്നൊരു സംശയം തോന്നിയതിൻ്റെ സ്ഥിതിക്ക് ഇത് പറിക്കാതെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഹെൽത്തിയായി ലീഫുകളൊക്കെ വലുതായി. അപ്പോൾ എനിക്കത് മനസ്സിലായി ഇത് ബോഗെയിൻവില്ല തന്നെയാണ്. നല്ല വലിയ ലീഫൊക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ട്. ഏതാണ് വെറൈറ്റി ഒന്നും നമുക്കറിയില്ല. എന്തായാലും ഞാൻ ആ ചട്ടിയിൽ തന്നെ ഇത് നിലനിർത്തിയേക്കാണ്. കാരണം നമ്മളിത് പറിച്ച് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പ്ലാന്റ് നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ സീസണൊക്കെ ആവുന്ന സമയത്ത് ഫ്ലവർ വരുമ്പോഴറിയാം നമുക്ക് ഇത് ഏത് വെറൈറ്റിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഇത് തിമ യെല്ലോയുടെ ചട്ടിയിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് തിമ യെല്ലോ എന്നല്ല, വലിയ ലീഫും വേറെ ലീഫാണ്. അതുപോലെ വേറൊരു തൈ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് നിലത്താണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ തൂത്തുവാരി ഇടാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ പുല്ലൊക്കെ പറിക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് നേരത്തെ മറ്റ് വെറൈറ്റി അല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. കണ്ടാൽ ലീഫ് കണ്ടാൽ അറിയാം, ലീഫിൻ്റെ പാറ്റേൺസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതാണ് ഈ 2 വെറൈറ്റി എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ എന്തായാലും സീസണൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ ഫ്ലവറൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വിത്തൊക്കെ മുളച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇത് ഇത്രയും ബോഗെയിൻവില്ലയുടെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബോഗെയിൻവില്ലയുടെ വിത്ത് മുളച്ച് തൈ ഉണ്ടാകുന്നതൊക്കെ. പക്ഷേ ഞാൻ ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇത്രയധികം പൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടും ഇതുവരെ ഒരു തൈ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു ബോഗെയിൻവില്ലയുടെ തൈ ഉണ്ടാവുന്നത്. എന്തായാലും ഞാനിത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏതാണത് ഫ്ലവേഴ്സ് ഉണ്ടാവുക, എന്തെങ്കിലും വെരിഗേറ്റഡായി പുതിയ വെറൈറ്റി ഉണ്ടാവുമോ? വിത്ത് മുളച്ചുണ്ടായതല്ലേ, ഇനിയിപ്പോൾ ഒന്നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ട് വേറെ ഒരു വെറൈറ്റി ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ബോഗെയിൻവില്ലയുടെ വിത്ത് ഏതാണെന്ന് കണ്ടിട്ടുണ്ടോ? ബോഗെയിൻവില്ല ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്ന 2-3 ഒരു ഷേപ്പിലുള്ള ഇതാണ് ബോഗെയിൻവില്ലയുടെ വിത്ത് കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചാലാം. ഈ ഒരു 3 സെൻറ്ററിൽ ഉണ്ടാവുന്ന 3 ഇതുണ്ടല്ലോ, ഇതാണ് ഈ വിത്ത് കേട്ടോ. ഇത് ചാടിയിട്ടാണ് ഇപ്പോൾ തൈകൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ വെറൈറ്റിയുടെയും വിത്തുകളൊക്കെ ഇങ്ങനെ ചാടി ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ചില വെറൈറ്റിയുടെയൊക്കെ വിത്തുകൾ വളരെ വലുതായിരിക്കും, ചിലതിൻ്റെത് പറ്റ ചെറുതും. അപ്പോൾ ഏതായാലും ഏത് വെറൈറ്റിയാണെന്നൊന്നും അറിയില്ല. നമുക്ക് സീസണൊക്കെ ആകുമ്പോൾ ഫ്ലവർ വരുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ടൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.